Hey BCom and BBA students. Looking for FY UGP classes for BCom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ QT എന്ന് പറയുന്ന പേപ്പറിൽ ഇനിയിപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ മൂന്നാമതായിട്ട് ഇവിടെ നോക്കുന്നത് റിഗ്രഷൻ അനാലിസിസ് ആണ്. ഇതിന് മുൻപത്തെ ചാപ്റ്റർ കോറിലേഷൻ ആയിരുന്നു. അപ്പോൾ കോറിലേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു ഫ്ലോയിൽ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് റിഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അപ്പോൾ കോറിലേഷൻ, ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് വേരിയബിൾസ് എടുക്കുകയാണെങ്കിൽ ഒന്നിപ്പോൾ മഴയും ഒന്നെന്താണ് ഇപ്പോൾ വിളവും ഹാർവസ്റ്റിങ്ങും. ഇത് രണ്ടും എന്താണ്, മഴ എന്ന് വെച്ചാൽ ഒരു എന്താണ്, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് വേരിയബിൾസ് ആണ് അല്ലേ. മഴയും എന്താണ് വേരിയബിളാണ്, അതിന് പല ഏറ്റക്കുറച്ചിൽ വരും. അപ്പോൾ ഇത് റെയിൻ ആണ് അല്ലേ, റെയിൻ. അപ്പോൾ ഇത് ഹാർവസ്റ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, രണ്ട് വേരിയബിൾസ് ആണ്. ഇതിൽ ഏറ്റക്കുറച്ചിൽ വരും, ഇതിലും ഏറ്റക്കുറച്ചിൽ വരും. അപ്പോൾ ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്നറിയാൻ, അത് എങ്ങനത്തെ ബന്ധമാണ്, അതിപ്പോൾ ഒന്ന് കൂടിയാലൊന്ന് കൂടുമെന്നേ, ഒന്ന് കുറഞ്ഞാലൊന്ന് കുറയോ, അങ്ങനത്തെ ഒരു ബന്ധം നോക്കാനാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് അതിൻ്റെ ലീനിയർ റിലേഷൻഷിപ്പ് ഒക്കെ നോക്കാനാണ് നമ്മൾ കോറിലേഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഏതാണ് ഡിപ്പെൻഡൻറ്റ്, ഏതാണ് ഇൻഡിപെൻഡൻറ്റ്? അപ്പോൾ ഇതിൽ ഏതാണ് ഇൻഡിപെൻഡൻറ്റ്? അപ്പോൾ ഇതിൽ മഴയാണ് ഇൻഡിപെൻഡൻറ്റ്. നമുക്കിപ്പോൾ അറിയാം ഈ പറയുന്ന വിളവാണ് എന്ത് ഡിപ്പെൻഡൻറ്റ്. കാര്യം മഴേനെ ആശ്രയിച്ചിട്ടാണ് എന്ത് ഈ വിളവ് ഹാർവസ്റ്റ് ഉണ്ടാവുക അല്ലേ. തീരെ മഴ കിട്ടിയില്ലെങ്കിൽ ഇത് ഒരിക്കലും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അത്രയും വെള്ളം കൊണ്ടൊന്നും എന്താണ് പമ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അത്രയും പൈസ എന്താണ് ഈ കൃഷി നടത്താൻ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയും ചൈനയൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഇവിടെ ഈ പറയുന്ന ഈ വിളകളൊക്കെ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇതുപോലെ ഇത് ഏതാണ് ഇൻഡിപെൻഡൻറ്റ്, ഏതാണ് ഡിപ്പെൻഡൻറ്റ്, ഇത് എത്രമാത്രം ശക്തിപ്പെട്ടിട്ടാണ് ആ ബന്ധം കിടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ റിഗ്രഷൻ അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളിവിടെ കാണുന്നത്. വാട്ട് ഈസ് റിഗ്രഷൻ? റിഗ്രഷൻ അനാലിസിസ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ദാറ്റ് മെഷേഴ്സ് ദ ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ expressed in their original unit. It involves estimating the relationship between dependent variable, that is outcome, and one or more independent variable, that is predictors. അപ്പോൾ ഒന്നിലധികം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവാം അല്ലേ. ഇപ്പോൾ ഈ കൃഷി പറയുമ്പോൾ അത് മഴ മാത്രമല്ല, മറ്റ് പല ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട് അതിനെ ബാധിക്കുന്നത്. ഈവൻ എന്താണ്, അതിന് വെയിൽ പോലും ഒരു വലിയ ഘടകമാണ്, മഴ മാത്രമല്ലല്ലോ നമ്മുടെ വിളകൾക്ക്. അപ്പോൾ ഇതിനെയാണ് റിഗ്രഷൻ എന്ന് നമ്മൾ പറയുന്നത്. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. ഇപ്പോൾ കോറിലേഷൻ പോലെ തന്നെ രണ്ട് വേരിയബിൾസിൻ്റെ ബന്ധം നോക്കാൻ തന്നെയാണ്. കോറിലേഷൻ അത് പോസിറ്റീവ് ആണോ അത് നെഗറ്റീവ് ആണോ എന്നൊക്കെ നോക്കാനായിരുന്നു. റിഗ്രഷൻ അങ്ങനെയല്ല, അതിൻ്റെ എന്താണ് ആ ഒരു ഡെപ്ത് മനസ്സിലാക്കാനാണ്. എത്രമാത്രം ഇപ്പം മഴ എത്രമാത്രം എന്താണ് വിളവിനെ ബാധിക്കുന്നു അത് നോക്കാനാണ് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിഗ്രഷൻ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്, റിഗ്രഷൻ ഇക്വേഷൻ. A regression model describes the relationship between dependent variable, dependent y ആയിട്ടാണ് കണക്കാക്കുന്നത്, and an independent variable that is x. For example, y is equal to a plus bx plus. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ ആണ്. ഓക്കെ, സോ ഇപ്പോൾ റിലേഷൻഷിപ്പാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ഒരു മോഡലിൽ. അപ്പോൾ ഇവിടെ ഇതാണ് ഒരു ഇക്വേഷൻ ഉള്ളത്. സോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് ഇതിനെ y ആണ് നമ്മൾ കണക്കാക്കുന്നത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് എക്സിനെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് ആ ഒരു റിലേഷൻഷിപ്പ് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വേഷൻ. ഡിപ്പെൻഡൻറ്റിനെ നമ്മൾ എന്താണ് ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതുന്നു, റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ എഴുതുന്നു. സോ a പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് ഇ ആ വരുന്നത്. ഇ എന്ന് വെച്ചത് എറർ ടേം ആണ്. ഓക്കെ, അപ്പോൾ y എന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റ് ആണെന്ന് കരുതാം, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണെന്ന് കരുതാം. എ എന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ ഇൻ്റർസെപ്റ്റ്, അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഓക്കെ, y ഈക്വൽ ടു y വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് 0 ആണ്, ഇത് ഈക്വൽ ടു y ആയിരിക്കും എ. പിന്നെ അല്ലേ, എക്സ് 0 ആണെങ്കിൽ എന്താണ്, ഇത് ഈക്വൽ ടു y ആയിരിക്കും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ്
വിച്ച് ഇസ് ദ ടോട്ടൽ കോസ്റ്റ് വെൻ നോ യൂണിറ്റ് ആർ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും? ടോട്ടൽ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ് ടോട്ടൽ കോസ്റ്റ്? ടോട്ടൽ കോസ്റ്റാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഫിക്സഡ് കോസ്റ്റ് ഇപ്പോൾ ഒരു ഗോഡൗൺ ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ഗോഡൗണിനൊരു റെൻറ്റ് കൊടുക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ ഇവിടെ ഈ ഒരു സാധനങ്ങൾ ഓരോന്നും വെക്കുന്നതിനും ചിലവുണ്ടാവും. സാധനം വെക്കുമ്പോൾ എന്താണ് അതിന് കടത്തുകൂലി വരും, ചിലപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആളെ വെക്കേണ്ടി വരും. അതൊക്കെ വേരിയബിൾ കോസ്റ്റാണ്. അത് സാധനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് മാറ്റം വരും. അല്ലെ, കടത്തുകൂലി ഇപ്പോൾ ഒരു ചാക്കാണ് ഇവിടെ വരുന്നതെങ്കിൽ എന്താണ് കടത്തുകൂലി കുറയും. കടത്തുകൂലി കൂടുക എങ്ങനെയാണ്? കൂടുതൽ ചാക്ക് വരുമ്പോൾ ഓരോന്നിനും നമ്മൾ കൊടുക്കണ്ടേ. പക്ഷേ ഈ ഗോഡൗൺ റെൻറ്റ് നമ്മൾ എന്താണ് ഒരു ഫിക്സഡ് കോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ ഈ ഒരു ഇതിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ എന്താണ്? ഈ പറഞ്ഞ ഈ ടോട്ടൽ ചിലവ് ഇവിടെ നമ്മൾ ഈ ഗോഡൗൺ റെൻറ്റും ഇത് സൂക്ഷിക്കാനൊക്കെ വന്ന ചിലവാണെന്ത് ഇവിടെ വൈ. അതൊരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് അല്ലേ. അത് പലതിനും അടിസ്ഥാനപ്പെടുത്തിയാണ് കിടക്കുന്നത്. എത്ര എണ്ണ ഉണ്ട് ഇവിടെ, എത്ര ആൾക്കാരുണ്ട്, ആൾക്കാർ കൂലി എന്താണ്. ഓക്കെ, ഈ റെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് റെൻറ്റ്. അതിപ്പോൾ സാധനം ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ടോട്ടൽ കോസ്റ്റിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ വൈ എന്ന് വെച്ച സംഗതി, അതായത് ഈ വൈ എന്ന് പറഞ്ഞ വേരിയബിൾ അത് ഡിപ്പെൻഡൻ്റ് ആണ്. ടോട്ടൽ കോസ്റ്റായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, വൈനെ ടോട്ടൽ കോസ്റ്റായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണെങ്കിൽ ഈ എക്സ് എന്താണ് 0 ആണെങ്കിൽ ബിയും 0 ആവും. ഓക്കെ, ഇത് എറർ ടേം ആണ് ഈ. അപ്പോൾ എ എന്ന് വെച്ച സാധനം എന്താണ്? ടോട്ടൽ കോസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ. ഇത് 0ലേക്ക് പോകും. ഇതെന്താണ്? ടോട്ടൽ കോസ്റ്റ് ആവും. അപ്പോൾ എന്താണ്? ഇത് റെൻറ്റ് പോലുള്ള ഫിക്സഡ് കോസ്റ്റ് പോലുള്ള സംഗതികളായിരിക്കും ഈ എയിൽ വരിക. ഓക്കെ, അതിനാണ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുക. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, അതിന് മാറ്റങ്ങൾ ഉണ്ടാവില്ല. കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ബി എന്ന് വെച്ചാൽ സ്ലോപ്പ് ഓഫ് ദ റിഗ്രഷൻ ലൈനാണ്. റിഗ്രഷൻ ലൈനിൻ്റെ സ്ലോപ്പിൻ്റെ എന്താണ്? അതിൻ്റെ ഒരു വാല്യൂ ആണ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ചേഞ്ച് ഇൻ വൈ ഫോർ ഈച്ച് ചേഞ്ച് ഇൻ എക്സ്. അപ്പോൾ എക്സിന് വരുന്ന ഓരോ മാറ്റം എന്നാണ്, അത് വൈക്ക് മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ്. ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഈച്ച് അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. എക്സ് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. എക്സ് എന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ആവും ചിലപ്പോൾ എക്സ്. ഈ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു എറർ ടേം ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രെഡിക്റ്റഡ് ആൻഡ് ആക്ച്വൽ വാല്യൂ ഓഫ് വൈ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റനിൽ എന്താണ് ഇത് 3 തരുണ്ടാവുള്ളൂ, ഈ ചിലപ്പോൾ തരില്ല. തരികയാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ കണ്ടെത്താനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇക്വേഷനായിട്ട് പറയുന്നത്. ഇക്വേഷൻ നിങ്ങളൊന്ന് ബൈ ഹാർട്ട് പഠിക്കുക. ദിസ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് എ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ വേർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് പ്രഡിക്റ്റഡ് ഓർ എക്സ്പ്ലെയിൻഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞ ഇക്വേഷൻ നമ്മൾ കൊടുക്കലാണ്. അത് പ്രോബ്ലം ചെയ്യണ നേരത്തെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ തിയറി പോർഷനിലേക്ക് തന്നെയാണ് വരാനായിട്ടുള്ളത്. അപ്പോൾ തിയറിയിൽ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് റിഗ്രഷൻ. പലതരം എന്താണ് റിഗ്രഷൻ മോഡൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ട് 3 ആണ്. 3 മെയിൻ ടൈപ്സ് ഉള്ളത്. അതിലാദ്യത്തേത് സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ ആണ്. രണ്ടാമത്തേത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ ആണ്. മൂന്നാമത്തേത് ടോട്ടൽ ആൻഡ് പാർഷ്യൽ റിഗ്രഷൻ ആണ്. സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ. സിമ്പിൾ എന്ന് വെച്ചാൽ ഒരു ഇൻഡിപെൻഡൻറ്റും ഒരു ഡിപ്പെൻഡൻറ്റും. നമ്മൾ നേരത്തെ മഴയും ഹാർവെസ്റ്റും അത് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് സിമ്പിൾ റിഗ്രഷൻ മോഡലാണ്. സിമ്പിൾ റിഗ്രഷനാണ്. കാര്യം ഒരു വേരിയബിൾ ഉണ്ട്, മറ്റൊരു വേരിയബിൾ ഉണ്ട്. മഴ എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഹാർവെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഇനി മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉണ്ടെങ്കിൽ, ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ അതാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് വെച്ചാൽ. ഒരുപാട് ഘടകങ്ങൾ, ഇപ്പം മഴ ഉണ്ടാവും, തൊഴിലാളികൾ ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ എന്താണ് വെയിൽ ഒരു ഘടകമാണ്. മഴ മാത്രം പോരല്ലോ, നല്ല നമുക്കെന്ത് വേണം? ക്വാളിറ്റി എന്താണ് ആവശ്യത്തിനുള്ള സൺലൈറ്റും വേണ്ടേ. അപ്പോൾ അത് കിട്ടുന്നൊരവസ്ഥ വേണം. അപ്പം ഓരോ വേരിയബിൾസും ഉണ്ട്, അതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓരോന്നും എന്തിനെ ബാധിക്കുന്നുണ്ട്? ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ. ഇപ്പോൾ കൃഷി എന്ന് പറഞ്ഞ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ബാധിക്കുകയാണെങ്കിൽ അങ്ങനെ വരുന്ന നേരത്താണ് എന്ത്? മൾട്ടിപ്പിൾ റിഗ്രഷൻ വരും. നെക്സ്റ്റ് ആണ് ലീനിയർ. ലീനിയർ എന്ന് വെച്ചാൽ ആനുപാതികമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ 1% കൂടിയ 1% വേറെ ഒന്നിലേക്കും. അപ്പോൾ ഇതുപോലെ, അതായത് ആനുപാതികമായിട്ട് ഇതിലൊരു വാല്യൂ കൂടിയാൽ അതേ ആനുപാതികമായിട്ട് ഇവിടെ കൂടും, ഇവിടെ കുറഞ്ഞാൽ ആനുപാതികമായിട്ട് ഇവിടെയും കുറയും. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റിലൊരു വാല്യൂ കൂടിയാൽ ആനുപാതികമായിട്ട്, അപ്പോൾ എന്താണ് ലീനിയർ ലൈനായിട്ട് എന്താണ് അത് പോവുക ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനാണ് എന്ത് പറയുക? ലീനിയർ റിഗ്രഷൻ എന്ന് പറയാം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ഫോംസ് എ സ്ട്രേറ്റ് ലൈൻ. ഇനി നോൺ ലീനിയർ ആണെങ്കിൽ,
ഓക്കെ. അപ്പോൾ നോൺ ലീനിയർ ഏകദേശം ഇങ്ങനെ അത് സ്ട്രെയിറ്റ് ലൈൻ അല്ലാതെ എന്താണ് പല ചില ഇതുവരെ കണ്ടോ അപ്പോൾ ഇതിനൊരു പോയിന്റ് കൂടുമ്പോൾ അതിനനുസരിച്ച് എന്താണ് വലിയ കയറ്റാണ് അത് വരുന്നത്. ചെറിയൊരു മാറ്റം വരുമ്പോഴേക്ക് വലിയ കയറ്റാണ് ഇവിടെ ഉണ്ടാവുന്നത്. പിന്നെ ഇവിടെ എത്ര മാറ്റം വരുമ്പോൾ ഇവിടെ വലിയൊരു മാറ്റം വരുന്നില്ല. പിന്നെ ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ എന്താണ് ഇവിടെ വീണ്ടും ഓരോ ചെറിയ ചെറിയ പോയിന്റ് ഇവിടെ കയറുമ്പോൾ അതിനനുസരിച്ച് വലിയ വലിയ മാറ്റങ്ങളാണ് ഈ ഒരു ഇത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്, ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ വേരിയബിൾ മാറുക. അപ്പോൾ ഇങ്ങനെ ഒരു നോൺ ലീനിയർ ആയിട്ടാണ് പോകുന്നില്ല. ആ മാറ്റങ്ങൾ നോക്കുമ്പോൾ നമ്മൾ അതിനെ എന്താണ് നമ്മളിങ്ങനെ പോയിന്റിനെ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് അത് നോൺ ലീനിയർ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഗ്രാഫ് വരിക. നമ്മൾ എല്ലാ ഡാറ്റയും നമ്മൾ ഉൾക്കൊള്ളിച്ച് ഒരു ചാർട്ട് ഒരു ഗ്രാഫ് തയ്യാറാക്കുമ്പോഴേ. പിന്നെ അടുത്തതാണ് ടോട്ടൽ ആൻഡ് പാർഷ്യൽ റിഗ്രഷൻ. അപ്പോൾ ടോട്ടൽ റിഗ്രഷൻ എന്താണ്? ഓൾ ഇൻഫ്ലുവൻസിങ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആർ കൺസിഡേർഡ്. എല്ലാ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ റിഗ്രഷൻ തയ്യാറാക്കണമെങ്കിൽ അത് ടോട്ടലാണ്. പാർഷ്യൽ ആണെങ്കിൽ ഒന്ന് നമ്മൾ റെലവൻ്റ് ആയ വേരിയബിൾസ് മാത്രമേ നോക്കുന്നുള്ളൂ, എല്ലാ വേരിയബിൾസിനെയും നോക്കുന്നില്ല. ഓക്കെ. അപ്പോൾ അതാണെന്ത് പാർഷ്യൽ റിഗ്രഷൻ എന്ന് വെച്ചാൽ എല്ലാ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലും നോക്കുന്നില്ല, മറ്റേ എല്ലാ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലും നോക്കിയിട്ട് അതിൻ്റെ എന്താണ് നമ്മളതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ അതാണ് ടോട്ടൽ. മറ്റേത് എന്താണ് പാർഷ്യൽ, ആവശ്യമുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ. ഇതാണ് ടൈപ്സ് വരുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ലൈൻസ് ഓഫ് റിഗ്രഷൻ ആണ്. ആ റിഗ്രഷൻ ലൈൻ ഈസ് എ ബെസ്റ്റ് ഫിറ്റിംഗ് സ്ട്രേറ്റ് ലൈൻ. അത് നേരത്തെ നിങ്ങൾ കണ്ടതൊക്കെ അത് തന്നെയാണ്. നേരത്തെ നിങ്ങളിവിടെ കണ്ടത് അല്ലേ, അത് ഇതിങ്ങനെ പോയിന്റുകൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ബെസ്റ്റ് ഫിറ്റിംഗ് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഇതാണ് റിഗ്രഷൻ ലൈൻ എന്ന് വെച്ചാൽ. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്, ബെസ്റ്റ് ഫിറ്റിംഗ് ലൈൻ. ഇതാണ് എന്ത് നമ്മുടെ ലൈൻ ഓഫ് റിഗ്രഷൻ എന്ന് വെച്ചാൽ. അപ്പോൾ അതാണല്ലോ ആ ഒരു ഇതിൻ്റെ ബന്ധത്തിനെ സൂചിപ്പിക്കുന്നത്. ഈ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ ഒരു ലൈനാണ്. അതിനാണ് ലൈൻ ഓഫ് റിഗ്രഷൻ എന്ന് പറയാം. That represents the relationship between two variables. It is calculated using the principle of least squares. അപ്പോൾ ലീസ്റ്റ് സ്ക്വയർസ് മെത്തേഡിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. വിച്ച് മിനിമൈസസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് ദ ഡാറ്റ പോയിൻറ്റ്സ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പോയിൻറ്റും ലൈൻ തമ്മിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എന്താണ് ഒരു പോയിന്റുകൾ കണ്ടെത്തുക, എന്നിട്ടാണ് ലൈന് വരയ്ക്കുക നമ്മൾ. ഇതൊക്കെ ഓരോ വേരിയബിൾ നമ്മൾ റിലേഷൻഷിപ്പാണ്. പിന്നെ ഇതൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ അകലം നോക്കിയിട്ട് എന്താണ് ഒരു ലീസ്റ്റ് പോയിന്റ് കണ്ടിട്ടാണ് നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതാണ് അതിൽ വരുന്നത്. ഓക്കെ. ദർ ആർ ടു ടൈപ്സ് ഓഫ് റിഗ്രഷൻ ലൈൻസ്. ഒന്ന് വൈ ഓൺ എക്സ് വരുന്നുണ്ട്, എസ്റ്റിമേറ്റിംഗ് എന്താണ് വൈ ബേസ്ഡ് ഓൺ എക്സ്. ഇതിൻ്റെയും എന്താണ് നമുക്ക് ഇക്വേഷൻസ് തയ്യാറാക്കാനുണ്ടാവും. പിന്നെ എക്സ് ഓൺ വൈ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദർ ഇസ് എ സ്ട്രോങ് കോറിലേഷൻ ബിറ്റ്വീൻ ഏജ് ഓഫ് എ ഹസ്ബൻഡ് ആൻഡ് ഏജ് ഓഫ് വൈ. ഏജ് ഓഫ് എ ഹസ്ബൻഡ് എന്താണ് എക്സ് ആണ്, ഏജ് ഓഫ് വൈ ആണ്. വി ക്യാൻ എസ്റ്റിമേറ്റ് ദ ഏജ് ഓഫ് വൈ ബേസ്ഡ് ഓൺ ദ ഹസ്ബൻഡ്സ് ഏജ്. അപ്പോൾ ഒരു നല്ല സ്ട്രോങ് റിലേഷൻഷിപ്പ്, ഒരു കോറിലേഷൻ, ഒരു ഭർത്താവിൻ്റെ വയസ്സും ഭാര്യയുടെ വയസ്സും തമ്മിൽ കോറിലേഷൻ ഉണ്ടെന്ന് കരുതാം. ഓക്കെ. അപ്പോൾ അത് ഭർത്താവിൻ്റെ വയസ്സിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് ഭാര്യയുടെ വയസ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ ഒരു വൈ കിട്ടിയിട്ടില്ലെങ്കിൽ ആ കോറിലേഷൻ വെച്ചിട്ട് എന്താണ് നമുക്കത് ഈ റിഗ്രഷൻ മോഡൽ യൂസ് ചെയ്തിട്ട് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ തിരിച്ചും. ഓക്കെ. അപ്പോൾ അത് നമുക്ക് എന്താണ് അതിൻ്റെയൊക്കെ പ്രോബ്ലത്തിലേക്ക് വരുമ്പോഴാണ് നോക്കേണ്ടത്. ഇതൊക്കെ തിയറിയാണ്. തിയറി നിങ്ങൾ എന്താണ് അതും തിയറി എന്നാണ് അതിൻ്റെ ഇമ്പോർട്ടൻസിൽ പഠിച്ചു വെക്കുക. ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇനി കോറിലേഷൻ വേഴ്സസ് റിഗ്രഷനാണ്. കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണെന്നുള്ളതാണ്. കോറിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? മെഷേഴ്സ് ദ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. നമ്മുടെ വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പാണ് കോറിലേഷൻ നോക്കുന്നതെങ്കിൽ റിഗ്രഷൻ ഫിറ്റ്സ് ദ ബെസ്റ്റ് ലൈൻ. നമ്മൾ റിഗ്രഷൻ ലൈന് കണ്ടെത്താനുള്ളൊരു മെഷർമെൻ്റ് ഉണ്ട്. എസ്റ്റിമേറ്റ്സ് വൺ വേരിയബിൾ ബേസ്ഡ് ഓൺ അനദർ. ഒരു വേരിയബിൾ എന്താണ് മറ്റ് വേരിയബിളിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതും റിഗ്രഷൻ്റെ ഭാഗമാണ്. കോറിലേഷൻ എന്ന് വെച്ചാൽ നമ്മൾ റിലേഷൻഷിപ്പേ നോക്കുന്നുള്ളൂ. റിഗ്രഷൻ എന്താണ് നമ്മൾ നോക്കുന്നത്? റിഗ്രഷൻ ശരിക്കും നമ്മൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു രണ്ട് ഡാറ്റ തന്നു, അതായത് ഓക്കെ, അപ്പോൾ കോറിലേഷൻ ഇങ്ങനെ തന്നെന്ന് കരുതുക. അപ്പോൾ ഇത് വാല്യൂ 1-ൻ്റെതാണ്, ഇത് വാല്യൂ 2-ൻ്റെതാണ്. അപ്പോൾ രണ്ട് കോറിലേഷൻ നമുക്ക് തന്നെന്ന് കരുതുക. അപ്പോൾ അത് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്, ഇപ്പോൾ ഇത് വാല്യൂ 1 ആണ്, വാല്യൂ 2 ആണ്. അപ്പോൾ ഇവിടെ വേറൊരു സംഗതി, വാല്യൂ 1-ൻ്റെത് ഇപ്പോൾ 8 പറയാം, വാല്യൂ 1, അപ്പോൾ വാല്യൂ 2 എന്താണെന്നുള്ളത് ചോദ്യം വരും. അപ്പോൾ ഈ കോറിലേഷൻ വെച്ചിരുന്നാണ് ഈ റിഗ്രഷൻ മോഡൽ യൂസ് ചെയ്തിട്ട് ഇത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങളടുത്ത് ചോദിക്കുക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കോറിലേറ്റഡ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ് നോക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ വാല്യൂ 2 മറ്റൊരു
എന്താണ് സാഹചര്യത്തിൽ കണ്ടെത്തുക. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഹസ്ബൻഡും വൈഫും നമ്മൾ നേരത്തെ പറഞ്ഞു, ഹസ്ബൻഡിന് എക്സ് എന്ന് കൊടുത്ത ഏജ്, വൈഫിൻ്റെ ഏജ്, അങ്ങനെ ഒരുപാട് കൊടുത്തു. ഇനി വേറൊരു ഹസ്ബൻഡിൻ്റെ വയസ്സ്, ആ സ്ഥലത്തുള്ള വയസ്സ് നമ്മൾ കൊടുത്തു എന്ന് കരുതുക. അതിപ്പോൾ എന്താണ് 60 വയസ്സെന്ന് കൊടുത്തു. അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ വാല്യൂ എന്താണ് വരിക, അത് റിഗ്രഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടെത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന റിഗ്രഷൻ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ആമുഖമായിട്ട് പറഞ്ഞെന്നുള്ളൂ. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് വരുന്ന നേരത്താണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കോറിലേഷനിൽ അടുത്ത പോയിന്റ് എന്താണ്, ഇൻഡിക്കേറ്റ് സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിലേഷൻഷിപ്പ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്, അതിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് കൃത്യമായിട്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യലാണ് കോറിലേഷനിൽ ചെയ്യുന്നത്. ഇവിടെ റിഗ്രഷനിൽ എസ്റ്റാബ്ലിഷസ് എ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ കോഎഫിഷ്യൻറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഇഫ് വേരിയബിൾസ് ആർ സ്വാപ്ഡ്. വേരിയബിൾസ് മാറ്റിക്കഴിഞ്ഞാലും കോറിലേഷൻ എന്താണ് ചേഞ്ച് വരില്ല, പക്ഷേ റിഗ്രഷനിൽ മാറും. എക്സ് ഓൺ വൈ കാണേണ്ടി വരും, ചിലപ്പോൾ വൈ ഓൺ എക്സ് കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന നേരത്താണ്. പിന്നെ നോ നീഡ് ടു ഐഡൻറ്റിഫൈ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. കോറിലേഷനിൽ ഏതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഏതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നൊന്നും അറിയേണ്ട കാര്യമില്ല, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. പക്ഷേ റിഗ്രഷനിൽ നമുക്ക് അറിയണം, നമ്മൾ കൃത്യമായിട്ട് അറിയാൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും ഏതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഏതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതിനനുസരിച്ചിട്ടാണ് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സ് നമ്മൾ തരംതിരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുന്ന നേരത്ത് നോക്കണം. പിന്നെ എന്താണ്, ഷോസ് അസോസിയേഷൻ നോട്ട് കോസേഷൻ. അപ്പോൾ കാരണങ്ങൾ പറയില്ല, കോസേഷൻ പറയില്ല, അസോസിയേഷൻ എന്താണ് തമ്മിൽ ബന്ധമുണ്ടോയെന്നേ പറയുള്ളൂ, അസോസിയേഷൻ ഉണ്ടോയെന്നേ പറയുള്ളൂ, പക്ഷേ കാരണങ്ങൾ ഇവിടെ പറയില്ല. റിഗ്രഷനിൽ എന്താണ് ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ്, അത് തമ്മിൽ എന്താണ് അതിൻ്റെ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ളൊരു ബന്ധം എന്താണെന്നുള്ളത്. ഫങ്ഷണൽ മീൻസ് അത് തമ്മിൽ എങ്ങനെയാണ് ആനുപാതികമായിട്ടത് പിണഞ്ഞ് കിടക്കണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തരും. ഓൺലി കൺസിഡേഴ്സ് ലീനിയർ റിലേഷൻ. എപ്പോഴും ലീനിയർ റിലേഷൻഷിപ്പ്, അതായത് ഇപ്പോൾ നമ്മൾ നേരരേഖ പോലത്തെ റിലേഷൻഷിപ്പ് ആണല്ലേ, അതാണ് കൺസിഡർ ചെയ്യുക. ഇവിടെ രണ്ടും ലീനിയറും നോൺ ലീനിയർ റിലേഷൻഷിപ്പും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ വളരെ ചെറുതാണ്, പക്ഷേ ഇതിന് വളരെ വൈഡ് മാത്തമാറ്റിക്കൽ അനാലിസിസിന് ഇത് യൂസ് ചെയ്യാം. റിഗ്രഷൻ മാത്തമാറ്റിക്സിൻ്റെ സ്കോപ്പ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാത്തമാറ്റിക്സിന് ചാൻസ് ഇല്ല, രണ്ടെണ്ണം തമ്മിൽ കോറിലേറ്റഡ് ആണോ എന്ന് മാത്രമേ നോക്കിയാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇതത് വരുന്നുണ്ട്. മേ ഹാവ് സ്പ്യൂരിയസ് റിലേഷൻഷിപ്പ്. എന്താണ് സ്പ്യൂരിയസ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. നോ സ്പ്യൂരിയസ് റിഗ്രഷനാണ്. ഓക്കെ, അപ്പോൾ ഈ സ്പ്യൂരിയസ് റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും രണ്ട് എണ്ണം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, പക്ഷെ പിന്നീട് നോക്കണ നേരത്ത് നമുക്ക്, അതായത് മാത്തമാറ്റിക്കലി നമുക്കൊരു റിലേഷൻഷിപ്പ് തോന്നും, പക്ഷേ ശരിക്കും ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. ഒരു കാരണം വെച്ചിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. രണ്ട് ഡാറ്റ തന്നിട്ട് അത് തമ്മിൽ ഒരു ഐക്യത ചിലപ്പോൾ തോന്നാം. നമ്മൾ വെറുതെ കുറേ കണക്കുകൾ എഴുതി, അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ നോക്കുന്ന നേരത്തെ അതിനൊരു കോറിലേഷൻ കാണാം നമുക്ക്, പക്ഷേ അത് നമ്മൾ റിലേഷൻഷിപ്പ് നമുക്ക് കോസ് വെച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് കണക്കാക്കാൻ പറ്റില്ലല്ലോ. അതായത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വെറുതെ ഇപ്പോൾ റെയിൻ, ഹാർവെസ്റ്റ് രണ്ട് എഴുതി, നമ്പേഴ്സ് ഇങ്ങനെ എഴുതി. അപ്പോൾ നമ്മൾ നോക്കണ നേരത്തെ ഇത് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. റെയിൻ കൂടുന്ന നേരത്തെ ഹാർവെസ്റ്റ് വരുന്നുണ്ട്, റെയിൻ വല്ലാതെ കൂടുമ്പോൾ ഹാർവെസ്റ്റ് കുറയുന്നുണ്ട്, അങ്ങനെയൊക്കെ കണക്കാക്കുന്നത്. പക്ഷേ ചിലപ്പോൾ അത് മാത്തമാറ്റിക്കലി ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അതിനെ കൊണ്ടായിരിക്കില്ല ഹാർവെസ്റ്റിനെ ബാധിക്കുന്നത്. അല്ല, നമ്മൾ അത് സയൻറ്റിഫിക്കലി വേറെയും പ്രൂവ് ചെയ്യാണ്ട് അല്ലേ, ഈ മഴ എത്രമാത്രം ഈ കൃഷിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സയൻറ്റിഫിക്കലി വേറെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പ്യൂരിയസ് റിലേഷൻഷിപ്പ് ഇതിൽ വരാം. നമ്മൾ ചിലപ്പോൾ നോക്കുന്ന നേരത്ത് കോറിലേഷൻ കാണാം, പക്ഷേ ഫാക്ച്വലായി നോക്കുന്ന നേരത്ത് അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാവില്ല. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. കാര്യം നമ്മൾ കൃത്യമായിട്ട് ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടൊരു സ്പ്യൂരിയസ് റിഗ്രഷൻ വരില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ തിയറി പോർഷൻസ് ആണ്. ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ തിയറി നന്നായിട്ട് നോക്കുക, അത്രയേ വരുള്ളൂ ബേസിക് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നുമല്ല, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഏതാനും ചില പ്രോബ്ലംസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട്.